ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ, പച്ച ചെമ്മീൻ. അപ്പോൾ അത് ചെറിയ ചെമ്മീനാണ്, ക്ലീൻ ചെയ്തെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ്, സമയം കുറേ പോകും കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അത് വെച്ചിട്ട് രണ്ട് തനി നാടൻ വിഭവങ്ങൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനായിട്ട് കുമ്പളങ്ങയും മാങ്ങയും പച്ചമുളകും മുരിങ്ങക്കായയും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂട്ടി പച്ചയ്ക്ക് തന്നെ തേങ്ങ അരച്ചൊരു കറി വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ മാങ്ങ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് ചട്ടിയിലിട്ടിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുമ്പളങ്ങ ഞാനപ്പോൾ ആദ്യം ഒരു പകുതി കഷ്ണം ചെറിയ കഷ്ണം എടുത്തത്. അപ്പോൾ നോക്കുമ്പോൾ ഇനി ഒരു കുഞ്ഞു കഷ്ണം കൂടിയേ ബാക്കിയുള്ളൂ. അതിനി അവിടെ വെച്ചേക്കണ്ടെന്ന് വിചാരിച്ച് ഞാനത് മുഴുവനും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ഈ കറികളിലത്തെ ഈ കുമ്പളങ്ങ കഷ്ണങ്ങൾ, ഇങ്ങനെയുള്ള കഷ്ണങ്ങൾ കഴിക്കാൻ പിള്ളേർക്കും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനത് മുഴുവനും എടുത്തു. മുരിങ്ങക്കായ അത്രയ്ക്ക് ഇഷ്ടമല്ല കേട്ടോ അവർക്ക്. മുരിങ്ങക്കായ ഞാൻ ഒരെണ്ണം ഇട്ടിട്ടുള്ളൂ. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി നമ്മൾ കുറച്ചിട്ടാൽ മതി. എരിവിന് നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട്, കുറച്ച് മുളക് പൊടിയും പിന്നെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, കല്ലുപ്പ്. ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വേവിക്കാൻ വയ്ക്കാം. ചെമ്മീൻ നമ്മൾ പല ടൈപ്പിൽ കറി വയ്ക്കുമല്ലേ, വറുത്തരച്ച് കറി വയ്ക്കും, പിന്നെ നമ്മൾ വേറെ ഏത്തക്കായൻ്റെയും കടച്ചക്കേൻ്റെയൊക്കെ കൂടെ ഇട്ടിട്ട് കറി വയ്ക്കും, റോസ്റ്റ് ചെയ്യും. അങ്ങനെ ചെമ്മീൻ കൊണ്ട് എന്തുണ്ടാക്കിയാലും ടേസ്റ്റാണ്. ഇതും രണ്ട് വെറൈറ്റി ഡിഷസായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത്, തന്നെ നാടൻ ഡിഷസാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ പിന്നെ ഞാൻ അതിലേക്ക് ആവശ്യത്തിന് ചെമ്മീൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ചെമ്മീനോ കറി വയ്ക്കാൻ എടുക്കണുള്ളൂ, ബാക്കി നമുക്ക് വറവിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതൊന്നുകൂടി മിക്സ് ചെയ്തിട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ മാങ്ങയുടെയൊക്കെ പുളിപ്പൊക്കെ നന്നായിട്ട് ഇറങ്ങി, ഉപ്പും പുളിയും എല്ലാം പാകമാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കി. ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പൊഴിച്ചു കൊടുക്കാം. അപ്പോൾ അരയ്ക്കാനായിട്ട് തേങ്ങയുടെ കൂടെ ഒരു ചുവന്നുള്ളി കൂട്ടി ആണ് കേട്ടോ അരച്ചത്, വേറെ ഒന്നും ചേർത്തിട്ടില്ല. തേങ്ങയും ചുവന്നുള്ളിയും കൂടി അരച്ചൊഴിച്ചതാണ്. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിന് ശേഷം പിന്നെ ആവശ്യത്തിന് കുറുകൽ കൂടുതലാണെങ്കിൽ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മുടെ കറിക്ക് എന്തോരം ചാറ് വേണം അത്രയും വെള്ളം പാകത്തിനാക്കി എടുക്കാം. ഒരുപാട് ലൂസ് ആവാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഈ അരപ്പ് നമ്മൾക്ക് കഷ്ണങ്ങൾ അധികം ഉള്ളതുകൊണ്ട് തന്നെ എല്ലായിടത്തേക്കും ആവാൻ കണ്ട് സാവധാനം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ, എന്നാലാണ് എല്ലായിടത്തും ആവുള്ളൂ. എന്നാൽ കഷ്ണങ്ങൾ ഉടഞ്ഞു പോവുകയും ചെയ്യരുത്. അങ്ങനെ അരപ്പും ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറവിട്ടെടുത്താൽ മതി. അപ്പോൾ കറിയിലേക്ക് താളിച്ചൊഴിക്കാനായിട്ട് 5-6 ചുമന്നുള്ളി വട്ടത്തിലരിഞ്ഞതും, ആദ്യം ഉലുവ പൊട്ടിച്ചിട്ട് ചുവന്നുള്ളി മൂത്ത് കഴിഞ്ഞപ്പോൾ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് വറുത്തെടുത്തത്. അത് കഴിഞ്ഞ് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പിന്നെ അതിലേക്ക് ഇളക്കി മിക്സാക്കി എടുത്തത്. അപ്പോൾ നല്ല അടിപൊളി നാടൻ ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ സൈഡായിട്ട് ഒരു ചെമ്മീൻ വറവും ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെമ്മീൻ കുറച്ച് ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഏത് പാത്രത്തിലാണോ ഈ ചെമ്മീൻ്റെ വറവ് ഉണ്ടാക്കാനായിട്ട് പോണത് അതേ പാത്രത്തിൽ തന്നെ ചെമ്മീൻ ഇട്ട് വെച്ചേക്കാം. അതിലേക്ക് നമുക്ക് മസാല പുരട്ടി വയ്ക്കണം. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഉപ്പും ഈ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ ഒരു 3/4 സ്പൂണ് ഗരം മസാലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തിരുമ്മി വച്ചേക്കണം. അപ്പോൾ ഈ തിരുമ്മി വെച്ചതൊക്കെ ഞാൻ ആദ്യമേ നമ്മൾ കറി വെക്കണതിന് മുമ്പ് തന്നെ ഇതിങ്ങനെ തിരുമ്മി വെച്ചിട്ടുണ്ടായി. അപ്പോൾ ഞാനിത് രണ്ടും കൂടി മിക്സാക്കി കാണിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ കാണിക്കണേ കേട്ടോ. അപ്പോൾ ഞാനത് നേരത്തെ തിരുമ്മി വെച്ചതാണ്. അപ്പോൾ നമ്മൾ എത്ര സമയം വെച്ചാൽ അത്രയും നല്ലതാണല്ലോ. അപ്പോൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചാലും നല്ലതാണ്. ഞാൻ ഫ്രിഡ്ജിലൊന്നും വെച്ചില്ല, ഈ പാത്രത്തിലായതുകൊണ്ട് പുറത്ത് തന്നെയാണ് വെച്ചത്. ഇനി അത് നമ്മളെപ്പോഴാണ് വറവുണ്ടാക്കാനായിട്ട് പോകുന്നത് ഒരു അരമണിക്കൂറിന് ശേഷം ഞാൻ എടുത്തിട്ട് ഇങ്ങനെ തന്നെ ഇതിലേക്ക് ഇനി വെള്ളമൊന്നും ഒഴിക്കരുത്. ഇത് എങ്ങനെ തന്നെയാണോ നമ്മൾ മാറിനേറ്റ് ചെയ്ത് വെച്ചത് അതേപോലെ തന്നെ അടുപ്പത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 5-10 മിനിറ്റ് ആകുമ്പോഴത്തേനും അതിൽ നിന്ന് തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും കേട്ടോ. അപ്പോൾ ആ വെള്ളത്തിൽ തന്നെ അത് വെന്തും കിട്ടിക്കോളും. എന്നിട്ട് പിന്നെ അതൊന്ന് വെള്ളം വറ്റിച്ചെടുക്കണം.
അപ്പോൾ ഈ മൂടി ഇങ്ങോട്ട് തുറക്കുമ്പോൾ നല്ല സ്മെല്ലായിട്ട് അടുക്കളയിൽ ചെമ്മീനിൻ്റെ. ഇനി ഇതിങ്ങനെ ഈ ഉപ്പും എരിവും ഇതെല്ലാം ഇതിലേക്ക് ചെമ്മീനിലേക്ക് പിടിച്ച് ഇങ്ങനെ തന്നെ കിടന്ന് വെന്ത് വെള്ളം നന്നായിട്ട് വറ്റി വരട്ടെ. അപ്പോൾ അതേ വെള്ളം എല്ലാം വറ്റി. ഈ സമയത്ത് നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വീണ്ടും ഒന്നും കൂടി റോസ്റ്റാക്കി എടുക്കുക. പിന്നെ ഇതിങ്ങനെ ഡ്രൈ ആക്കി എടുക്കണവരും ഉണ്ട് കേട്ടോ. അങ്ങനെ എനിക്ക് അത്ര ഡ്രൈ ആയി പോണത് ഇഷ്ടമല്ല. അപ്പോൾ ആ ചെമ്മീൻ്റെ ആ ടേസ്റ്റ് അങ്ങോട്ട് കുറഞ്ഞു പോകും. ഒരുപാട് ഡ്രൈ ആവാൻ ഞാൻ നിൽക്കണില്ല. എന്നാലും അത്യാവശ്യം ഒന്ന് വെള്ളമൊക്കെ വറ്റിച്ച് ഡ്രൈ ആക്കി എടുത്തു. ഇനി ഇതിലേക്ക് ചതച്ച മുളകാണ് ഇട്ട് കൊടുക്കണത്. അപ്പോൾ ഒരു സ്പൂണോ 1.5 സ്പൂണോ നന്നായിട്ട് എരിവ് വേണ്ടവർക്ക് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഇട്ട് കൊടുത്തേക്കാം. വീണ്ടും ഈ മുളകും ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം. അങ്ങനെ മുളകൊക്കെ മൂത്ത് ഇതിലേക്ക് മിക്സായി കഴിയുമ്പോൾ നമുക്ക് വേപ്പില ഇട്ട് കൊടുക്കാം. ഈ വറവുണ്ടാക്കുമ്പോഴുണ്ടല്ലോ നല്ല സ്മെല്ല്. ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മുടെ വീട്ടിൽ മാത്രമല്ല കേട്ടോ, ചുറ്റുവട്ടത്ത് എല്ലായിടത്തേക്കും സ്പ്രെഡാവും. അത്ര സ്മെല്ലാണ്. നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ. ഇതിലേക്ക് പിന്നെ അതേ ആവശ്യത്തിന് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിച്ച് ഇങ്ങനെ തോർത്തി എടുക്കണം. ഈ വറവ് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പാത്രം എല്ലാം കാലിയായി കഴിയുമ്പോൾ നമ്മുടെ ഈ ഉണ്ടാക്കിയ പാത്രത്തിൻ്റെ അടിയിലൊരു മസാല പുരണ്ടിരിക്കും കേട്ടോ. അത് കഴിക്കാനും ഈ ചെമ്മീൻ കഴിക്കണതിനും ടേസ്റ്റാണ് അത് കഴിക്കാൻ. അപ്പോൾ ഇതാ വറവും റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ? അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി വെക്കണം. നിസ്സാര സംഭവങ്ങൾ മാത്രം മതി ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം.